വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. 2009 മുതൽ എന്ന് ഓർക്കൂട്ടാണ്. പിന്നെ ഫേസ്ബുക്ക് തുടങ്ങി. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. എനിക്ക് പല സ്ഥലത്തും ഫോൺ വിളി വരാൻ തുടങ്ങി. അല്ല, ഇതെന്താ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നു 838 വോട്ടിനാണ്. അല്ല, നിങ്ങൾ ഈ പരാജയപ്പെട്ട ആകെ ക്ഷീണിച്ചു പോയി, അപ്പൊ ഞങ്ങൾക്ക് മറുപടി ഒന്നും തരുന്നില്ല, ഞങ്ങൾക്കൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളി വന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ ഫേസ്ബുക്ക് രണ്ടാമതും തുറന്നു നോക്കിയപ്പോൾ 100 കണക്കിന് മെസ്സേജാണ് ഓർക്കൂട്ടിൽ. പിന്നെ അതിന് റിപ്ലൈ ചെയ്തു. പിന്നെ അന്ന് മുതൽ ഇതിന്റെ ഭാഗമായി. അപ്പോൾ ആക്റ്റീവായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു 12 കൊല്ലത്തിന് ശേഷമാണ് മന്ത്രി എന്ന ചുമതല വഹിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കാലത്ത് ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ നിശ്ചയിക്കപ്പെട്ടതിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും പ്രസിഡന്റൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നു. ഇപ്പം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പല പരിപാടികളിൽ പോകാനും പല നിലയിലും ഇടപെട്ടിരുന്നു. അതൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ തന്നെ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളോട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്.